ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജാതി സെൻസസിന് വഴങ്ങി കേന്ദ്ര സർക്കാർ. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ജാതി സെൻസസ് ഉയർത്തിയതെന്ന് ആരോപിച്ചായിരുന്നു കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം. രാജ്യത്ത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തും. ജാതി സെൻസസ് നടത്താനുള്ള ഭരണഘടനാ അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. In 2010, then Prime Minister late Dr. Manmohan Singh ji had assured the Lok Sabha that the matter of caste census should be considered in the cabinet. A group of ministers was formed to consider this subject. Most of the political parties had recommended caste census. According to Constitution of India, census is a union subject. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലെ ഘടകകക്ഷിയായ JDU അടക്കം ജാതി സെൻസസ് മുന്നോട്ട് വെച്ചത് BJPയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ജാതി സെൻസസ് മുന്നോട്ട് വെച്ചതെന്നും സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് ജാതി സർവേയാണെന്നും അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു. ജാതി സർവേയിൽ വിവിധ സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ അശാസ്ത്രീയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ സെൻസസുകളിൽ ജാതി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു. Despite this, Congress government decided to conduct only a survey of caste instead of a caste census. That survey is known as SECC. It is well understood that Congress and its India alliance partners have used caste census only as a political tool. രാജ്യത്ത് പ്രത്യേക ജാതി സെൻസസ് നടപ്പാക്കില്ലെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഏറെക്കാലമായുള്ള പ്രതിപക്ഷത്തിന്റെ ജാതി സെൻസസ് ആവശ്യത്തോട് പുറം തിരിഞ്ഞു നിന്ന BJP ബീഹാറിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.